ഗായ്സ്, വൻ മഴ, ഒരു രക്ഷയില്ല പുറത്തിറങ്ങാൻ. മഴ മാത്രമല്ല, ചെറിയ സൈക്ലോണും ഉണ്ട് ഇവിടെ. അങ്ങനെ സെക്കൻഡ് പോണ്ടി. സോ ഇവിടെ ഭയങ്കര മഴയാണ്. ഞങ്ങൾ ജസ്റ്റ് രാവിലെ ഒന്ന് പുറത്തിറങ്ങാൻ നോക്കി, ബട്ട് ഭയങ്കര കാറ്റും മഴയും, ഒരു രക്ഷയില്ല. എന്തെങ്കിലും ആവട്ടെ. ഇപ്പൊ സമയം 12:15. ലഞ്ച് വല്ലതും, ലഞ്ചല്ല, ഒരു ബ്രഞ്ച് അടിക്കാന്ന് വെച്ച് ഞങ്ങൾ ഒരു കഫേയിലേക്ക് പോകണം. ചെറുതായിട്ട് മഴ കുറഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഞങ്ങളിതേ പുറത്തോട്ട് ഇറങ്ങി. ഞങ്ങൾ നേരെ പോയത് ടോവോ കഫേയിലേക്കാണ് കേട്ടോ. ഞങ്ങളിപ്പോ ബ്രഞ്ച് അടിക്കാൻ വേണ്ടിട്ട് ടോവോ കഫേയിലേക്കാട്ടോ വന്നേക്കണേ. അത്യാവശ്യം കുഴപ്പമില്ല കണ്ടിട്ട്. ഈ കാണുന്ന ലോഡഡ് ഫ്രൈസും പിന്നെ ഈ ഇൻഫ്യൂസ്ഡ് ചിക്കനും ആട്ടോ ഓർഡർ ആക്കിയത്. നല്ല ഭംഗിയില്ല ഇത് കാണാൻ, ഫ്ലെയിംസ് ഒക്കെ വന്നിട്ട്. എനിക്ക് പൊതുവെ ഓർഡർ ആക്കുമ്പോൾ ഉള്ള ആവേശം തിന്ന് തുടങ്ങിക്കഴിയുമ്പോൾ ഉണ്ടാവില്ല, പിന്നെ കഷ്ടപ്പെട്ടുള്ള തീറ്റയായിരിക്കും. അപ്പം ഞാൻ എപ്പോഴും ഓർക്കും നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഇത്രയൊന്നും ഓർഡർ ആക്കരുതെന്ന്. എന്നാലും വീണ്ടും ഓർഡർ ആക്കും. പിന്നെ ബ്രഞ്ച് അടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഓറവില്ലേക്കാട്ടോ. അപ്പോൾ ഞങ്ങളൊരു ഊബർ വിളിച്ചിട്ടാട്ടോ ഓറവില്ലേക്ക് പോകുന്നത്. പോണ വഴിക്കും നല്ല മഴയായിരുന്നു. ഇടയ്ക്ക് എപ്പോഴോ ഞാനൊന്ന് ഉറങ്ങിപ്പോയി. പിന്നെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ ഓറവില്ലെത്തി. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് അടുത്ത കാര്യം അറിയുന്നത്. ഞങ്ങൾ ഊബറും വിളിച്ച് ഊബറുകാരായിട്ട് അടിയുണ്ടാക്കി. ലാസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഓറവില്ല് പൂട്ടിയിരിക്കണു. ഓറവില്ല് ചെന്നപ്പോഴാണ് അവിടെ വെള്ളം കെട്ടിക്കിടക്കുക. അങ്ങോട്ട് പോകാൻ ഒരു വഴിയില്ല. ലാസ്റ്റ് സെക്യൂരിറ്റി ചേട്ടൻ വന്ന് ഞങ്ങളെടുത്ത് വീട്ടിൽ പോയിക്കളാൻ പറഞ്ഞ്. പിന്നെ അതേ വണ്ടിക്കന്നെ ഞങ്ങളങ്ങ് തിരിച്ചു വന്നു. ഓറവില്ല് കാണാൻ പറ്റാത്തതിൻ്റെ വിഷമവും ഞങ്ങൾ അടുത്തുള്ളൊരു കഫേ കയറി അങ്ങ് തീർത്തു. ഒന്നും നോക്കിയില്ല, കണ്ണി കണ്ട 3-4 സാധനങ്ങൾ ഞങ്ങൾ അങ്ങ് ഓർഡർ ആക്കി. അങ്ങനെ ഈ കാണുന്ന സാധനങ്ങളൊക്കെ കഴിച്ചു ഞങ്ങളുടെ ഡേ 2 എൻഡ് ചെയ്തു. ഡേ 3 ഇൻ പോണ്ടി. ഒടുക്കത്തെ മഴ, ഒടുക്കത്തെ കാറ്റ്. ഇവിടെ ഭയങ്കര സിവിയർ ആണെന്ന് പറഞ്ഞു. ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു. സോ ഞങ്ങൾ ഇതിൽ വീട്ടിൽ പോകില്ല ഗൈസ്. ഞങ്ങളിന്ന് വീട്ടിൽ പോവാ ഗൈസ്. ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അത് മനസ്സിലായി. സോ അങ്ങനെ പോണ്ടി ട്രിപ്പ്. എന്തൊക്കെ മേളാർന്ന്. പൊടി പോണം, അവിടെ പോണം, ഇവിടെ പോണം. കറക്റ്റ്. ഞങ്ങൾ ഫസ്റ്റ് ഡേ ഇവിടെ അടുത്തുള്ള, ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ലൈക്ക് അടുത്താണ് മിക്ക സ്ഥലങ്ങളും. അപ്പം ഞങ്ങൾ മാക്സിമം എല്ലായിടത്തും അങ്ങനെ പോയി കവർ ചെയ്തു. ഇന്നലെ മഴയായിരുന്നു. ഇന്നലെ ഓറവില്ല് പോയി. വെറുതെ പോയെന്ന ലൈക്ക് വഴി ഞങ്ങൾ കണ്ടു മനസ്സിലാക്കി. അല്ലാണ്ട് നമുക്ക് കയറാൻ പറ്റില്ല, കാരണം അവിടെ വെള്ളം മാറുന്നു. അപ്പോൾ അതും ക്ലോസ്ഡായി. പിന്നെ ഇന്നും അതേ അവസ്ഥ. ഇന്ന് കുറച്ചും കൂടി സിവിയർ ഇവിടുത്തെ അവസ്ഥ. ലൈക്ക് ഭയങ്കര കാറ്റും ഭയങ്കര മഴയൊക്കെ ആയിട്ട്. അപ്പോൾ മിക്കവാറും ഞങ്ങൾ ഇന്നൊരു ഉച്ചയാകുമ്പോഴത്തേക്കും ഇറങ്ങി സേലത്തോട്ട് പോയി അവിടെ നിന്ന് നേരെ നാട്ടിലോട്ട് പോകാനുള്ള പ്ലാൻ. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും കൂടെ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു 1/4 മണിക്കൂർ ഞങ്ങൾ ഈ കഫേ തന്നെ ഇരുന്നു. കാരണം നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്ത് കറണ്ട് പോലും ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ ബുക്ക് ചെയ്ത ഊബർ വന്നു. പിന്നെ ഞങ്ങൾ സേലത്തോട്ട് പോവാട്ടോ. പോണ വഴിക്കുള്ള കാഴ്ചകളാണിതൊക്കെ. ഈ വെള്ളത്തിൽ കൂടെ ഒക്കെ തിരിച്ചു വന്ന സമയത്ത് ഞങ്ങളുടെ മനസ്സിൽ കൂടെ കടന്നു പോയത് നമ്മുടെ നാട്ടിൽ പ്രളയമുണ്ടായതാട്ടോ. അന്നും നമ്മുടെ നാട്ടിലുള്ളവർ അനുഭവിച്ചതും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും നമുക്ക് പേടിയാകും. ഈ വെള്ളത്തിൻ്റെ ഉള്ളിലേക്കുള്ള പോക്കും കാര്യങ്ങളൊക്കെ. നമ്മുടെ മുട്ടിന് അത്രയുള്ള വെള്ളം വരെയുണ്ട്. ഞാനൊക്കെ ആ സമയത്ത് ടി വിയിൽ ഒരു ന്യൂസും അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ വരുന്ന ഒരു വീഡിയോസും കണ്ടിട്ടേ ഉണ്ടായുള്ളൂ. ബട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ്. ഒരു ലൈഫിൽ ഒരിക്കലും ഞങ്ങൾ മറക്കൂല ഈ ഒരു പോണ്ടി ട്രിപ്പും ഈ ഒരു എക്സ്പീരിയൻസ്. ഒന്നും നടന്നില്ല, പക്ഷേ ഞങ്ങൾ വേറെ കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ തിരിച്ച് സേലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. സേലത്തിൽ ഇനി സൈക്ലോൺ ഹിറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. ഫസ്റ്റ് നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്
ലൈറ്റായിട്ട് ഞങ്ങളൊരു സാൻഡ്വിച്ച് കഴിച്ചു, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. എന്ത് തോന്നുന്നു നിമിഷം? നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല എക്സ്പീരിയൻസ് ആണ് ഗൈസ്. വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ ഭയങ്കര ഫ്ലഡ്. ലൈക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടില്ലേ, ഇപ്പോൾ എവിടെ പോയാലും വെള്ളം കിടക്കുക. എനിക്കറിയില്ല എന്താണെന്ന്. നൈറ്റ് ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ലൈക്ക് സിവിയർ ആകുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ സേലത്തോട്ട് പോകാൻ പ്ലാൻ ഇട്ട് തന്നെ. ഇനി സേലത്തെത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷം കാണാം. ദേ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ആപ പറഞ്ഞ ഡയലോഗ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ദേ നോക്കിയാതെ ആ ചേട്ടൻ്റെ മുട്ടിൻ്റെ അത്രയും വരെ വെള്ളമുണ്ടെന്ന്. അത് കണ്ടപ്പോൾ ലൈറ്റായിട്ടൊരു പേടിയൊക്കെ ഞങ്ങളുടെ ഉള്ളിലേക്ക് തട്ടിയെങ്കിലും അത് പിന്നെ പുറത്ത് കാണിച്ചില്ല. പിന്നെ ദേ ഈ ഒരു കാഴ്ച കണ്ടപ്പോഴത്തേക്കും ഉള്ള കോൺഫിഡൻസും കൂടിയും പോയി. ഇനി എന്താകും, അവിടെ എത്തുമോ, സേലത്ത് എത്തുമോ എന്നൊക്കെ. ഞങ്ങൾ പോയ വഴിയാട്ടോ ഇത്. മുഴുവൻ വെള്ളം കയറി. എന്തോ ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലത്ത് മാത്രമേ വെള്ളം ഉണ്ടായില്ല എന്ന് തോന്നുന്നു. ഞങ്ങൾ നാട്ടിലാവുന്നപ്പോൾ പോലും ഇങ്ങനത്തെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഒരു അന്യനാട്ടിൽ വന്ന് ഇങ്ങനത്തെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ല പേടിയുണ്ട്. എന്താവുന്ന കാരണം മുട്ടിന് അത്രയും വെള്ളമുണ്ട്. ഒരു രക്ഷയില്ല. പോവുക ഈ വണ്ടി തന്നെ കിട്ടിയത് ഭാഗ്യമായിട്ടപ്പോൾ ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ ആക്ച്വലി നൈറ്റിലേക്കായിരുന്നു ഞങ്ങളുടെ റിട്ടേൺ ബസ് ബുക്ക് ചെയ്തത്. അത് ക്യാൻസൽ ആകുമോ ഇല്ലെന്നൊന്നും അറിഞ്ഞുകൂടാ. ഈ ഒരു ക്ലൈമറ്റ് ഇങ്ങനെയാണെങ്കിൽ ഭയങ്കര സീനാണ് ഗൈസ്. ഇവിടെ കണ്ടോ, ഇത്രയും ഗതി കെട്ടവർ ഈ ലോകത്തുണ്ടോ? ഉള്ള ലീവും ഒക്കെ എടുത്ത് വന്നിട്ട് ഞങ്ങൾ ആക്ച്വലി ഫസ്റ്റ് ഡേ എക്സ്പ്ലോർ ചെയ്തു. ഫസ്റ്റ് ഡേ ഞങ്ങൾ മാക്സിമം അവിടെ അടുത്തുള്ള ഓരോ സ്ഥലത്തൊക്കെ പോയി ഓരോന്ന് ചുറ്റി കണ്ടു. സെക്കൻഡ് ഡേ മഴയായിരുന്നു. മഴയായിട്ട് ഞങ്ങൾക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ ഞങ്ങൾ അവിടെ ഇവിടെ ഒക്കെ പോകാൻ നോക്കി. ഫുഡ് കഴിച്ചു, എന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റി വന്നിട്ട്. ആൻഡ് തേർഡ് ഡേ ഭയങ്കര സീൻ. ഇപ്പം തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. പോണ്ടിച്ചേരി കടന്ന് പിന്നെ വെള്ളപ്പൊക്കമൊന്നും ഉണ്ടായില്ല. പിന്നെ നല്ല കാറ്റും മഴയും ഉണ്ടായുള്ളൂ. പോണ വഴിക്ക് ഞങ്ങൾ വേറെ 2 ആക്സിഡൻസും കണ്ടു. ആകെ മൊത്തം ബാഡ് അടിച്ചു ഞങ്ങൾക്ക്. ഇതെന്താ ഈശ്വര ഇങ്ങനെ സംഭവിക്കണേന്ന്. പിന്നെ സേലം എത്താറായപ്പോഴേക്കും ഞങ്ങൾ ഇതേ ഈ 10 മല മുരുകനെ കണ്ടു. ഊബർ ചേട്ടൻ ഞങ്ങൾക്ക് ഇതിൻ്റെ കഥയൊക്കെ ജസ്റ്റ് പറഞ്ഞു തന്നു കേട്ടോ. തൊട്ടടുത്തതേ നമ്മുടെ ഈ യേശുവിനെയും കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിപ്പോയി. എന്തോ നമ്മൾ സേഫായിട്ട് വീട്ടിലെത്തും എന്നൊക്കെയുള്ളൊരു തോന്നൽ വന്നു. എന്തായാലും അത് നടന്നു. പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ സേലം സ്റ്റോപ്പിലോട്ടുള്ള പോക്കാട്ടോ. അങ്ങനെ നമ്മൾ സേലത്തെത്തി. സേലത്തിപ്പോൾ ശരവണ ഭവനിലാണിപ്പോൾ. ഫുഡ് കഴിച്ചു. ഞങ്ങൾ രാവിലെ ജസ്റ്റ് ഒരു സാൻഡ്വിച്ച് മാത്രം കഴിച്ചിട്ട് ഇറങ്ങിയത്. വന്നിട്ട് നല്ലപോലെ ഫുഡ് കഴിച്ചു. ഇനി ഇവിടെ നമുക്ക് 8:30 ആകുമ്പോഴത്തേക്കൊരു ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. 8:30-9 മണിയൊക്കെ ആകും. എനിക്ക് അറിഞ്ഞുകൂടാ ഇനി ലേറ്റ് ആകുമോ ഇല്ലയോ എന്നൊന്നും. നോക്കാം. ഞങ്ങൾ പോയതിൻ്റെ പുറകെ പോണ്ടിച്ചേരി മുങ്ങിന്നൊക്കെയാണ് കേൾക്കുന്നത്. ന്യൂസൊക്കെ കണ്ടപ്പോഴും എന്തോ നിഗ്രഹങ്ങൾ കൊണ്ട് ഇവിടെ ലാസ്റ്റ് എത്തി. ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്, വിഷമം അങ്ങോട്ട് തീരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അങ്ങ് കയറി നമുക്ക് ബാക്കി സ്വീറ്റ്സൊക്കെ കഴിക്കാം. എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഫുഡ് കഴിച്ച് തീരും എന്നുള്ള കൺസെപ്റ്റുള്ള ആളാട്ടോ ഞാൻ. ഞങ്ങൾ 8:30 വരാനിരുന്നതാണ്. ബട്ട് ബസ് ബ്രേക്ക് ഡൗൺ ആയി. ഇനി ഒരു 11 മണിക്ക് ബസ് ഉണ്ടാകുള്ളൂ എന്ന് ഇത്രയും ഗതികെട്ടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് അവിടെ ചെന്നപ്പോൾ അവിടെ വെള്ളപ്പൊക്കം. എന്നാൽ അവിടുന്ന് രക്ഷപ്പെട്ട് ഇവിടെ വന്ന് അടുത്ത ബസ് കയറി വീട്ടിൽ പോകുന്ന നോക്കിയപ്പോൾ ബസ് ബ്രേക്ക് ഡൗൺ. ഇനി 11 മണിക്ക് നമ്മുടെ അടുത്ത ബസ് വരും. ഇനി അതിന് കയറി പോവാം. ഗൈസ്, എന്ത് തോന്നുന്നു ഈ നിമിഷം? ആമിക്ക് എന്താ പറയാനുള്ളത്? അവിടുന്ന് നമുക്ക് അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്തല്ലോ. അടുത്ത് എങ്ങോട്ട് പോകാൻ നോക്ക്. ഗൈസ്, ഞങ്ങളുടെ അടുത്ത ട്രിപ്പ് ഞങ്ങൾ ലൈറ്റായിട്ട് ഇവിടുന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഞങ്ങളൊരു ഡൽഹി ഒക്കെയാണ് അടുത്ത് പിടിക്കുന്നത്. ഒന്നെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഡൽഹി ആയിരിക്കും ഞങ്ങൾ വരാൻ പോകുന്നത്. ഇപ്പം ടൈം 12:30, ഡിസംബർ 2 വെളുപ്പിന് 12:30.
8:30 ഡിസംബർ 1 നൈറ്റ് 8:30 വരും എന്ന് പറഞ്ഞ ബസ്സാണ്. ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഞങ്ങൾ ചെല്ലുന്നിടത്ത് മൊത്തം ദുരന്തങ്ങളാണല്ലോ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഒരു 1:30 ആയപ്പോഴത്തേക്കും നമ്മുടെ ബസ് വന്നു. ഒരു 6:30 ആയപ്പോഴത്തേക്കും നമ്മൾ പിന്നെ ആലുവയിലെത്തി. ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ട്രിപ്പാട്ടോ ഇത്. ഒരു അപകടം പറ്റിയാൽ നമുക്ക് എങ്ങനെ തരണം ചെയ്യാം, അതൊക്കെ ശരിക്കും ഈ ട്രിപ്പിൽ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം അത്രേ ഉള്ളൂ ഞങ്ങളുടെ പോണ്ടി ട്രിപ്പ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.